അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിൽ വന്ന് വിജയം വരിച്ച് വലിയ പ്രഖ്യാപനം നടത്തിയപ്പോൾ കഅബാലയത്തിന്റെ മുറ്റത്തൊരു മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ ഒരു ചെറിയ കൂട്ടം കൂടുകയാണ്. അതാരാണ്? മദീനയിൽ നിന്ന് വന്ന അൻസ്വാറുകളായ ആളുകൾ അവിടെ ഒരു യോഗത്തിലാണ്. എന്തേ അവരുടെ ചർച്ച? നമ്മുടെ നേതാവായ മുത്തുനബി തങ്ങൾ ജന്മനാട്ടിലെത്തി, അവിടുത്തെ കുടുംബക്കാരുടെ കൂടെയായി, കഅബാലയത്തിന്റെ വീട്ടിലെത്തി, കഅബയുടെ ചാരത്തായി. നമുക്ക് കഅബയില്ല, നമുക്ക് നബിതങ്ങളില്ല. ഇന്ന് കിട്ടിയ സ്വത്തുകൾ മുഴുവനും മക്കക്കാർക്ക് തന്നെ പങ്കുവച്ചു, അതും നമുക്കില്ല എന്ന് പറഞ്ഞ് അൻസ്വാറുകളായ ആളുകൾ മീറ്റിംഗ് കൂടുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരും പറയാതെ അല്ലാഹുവിൽ നിന്ന് അറിയുകയാണ്. ഉടനെ അൻസ്വാറുകളെ വിളിക്കുന്നു. യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാറുകളെ ഒന്ന് വരൂ. അൻസാറുകളെ, നിങ്ങളുടെ മീറ്റിംഗിന്റെ അജണ്ട എന്താണ്? ഞാനിത് വായിക്കുമ്പോൾ ഇമാം ബൈഹഖി, ഇമാം അബൂ നുഐം തുടങ്ങിയുള്ളവരുടെ നിവേദനങ്ങൾ വളരെ വിശാലമായ അധ്യായങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ മുഹൂർത്തങ്ങളെ എണ്ണുന്ന ഗ്രന്ഥത്തിൽ മവാഖിഫു ബകാ ഫീഹ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശാലമായ ഒരു ആഖ്യാനം ഈ സംഭവത്തിന് പറയുന്നുണ്ട്. അതിലേക്കൊന്നും കടക്കാനുള്ള നേരമില്ല. പെട്ടെന്ന് ഈ മുഹൂർത്തം പറഞ്ഞു പോവുകയാണ്. മഹാന്മാരായ അൻസ്വാറുകളെ വിളിച്ചിട്ട് ചോദിക്കുന്നു, അല്ല, എന്താണ് നിങ്ങളുടെ മീറ്റിംഗിന്റെ അജണ്ട? ഉടനെ അൻസാറുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, തങ്ങൾ മക്കത്ത് വന്ന് ജയം വരിച്ച് കഅബയുടെ നാട്ടിലെത്തി. കഅബ കിട്ടി, വീട്ടുകാരെ കിട്ടി, നാട്ടുകാരെ കിട്ടി, എല്ലാം തങ്ങൾക്ക് ലഭിച്ചില്ലേ? ഞങ്ങളിനി മദീനത്തേക്ക് പോണത് എന്തിനാണ്? ഞങ്ങൾക്കവിടെ നബിതങ്ങളില്ല, ഞങ്ങൾക്കവിടെ കഅബയില്ല, ഞങ്ങൾക്കവിടെ ഒന്നുമില്ല. ഞങ്ങൾ എന്തിനാണ് പോകുന്നത്? അതിനെ ഓർത്തിട്ടാണ് ഞങ്ങൾ മീറ്റിംഗ് കൂടിയത്. യാ റസൂലല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ വിളിക്കുകയാണ്, അൻസ്വാറുകളെ ക്ഷമിക്കണം, ക്ഷമിക്കണം. ഇവിടെ ഒരു നിവേദനം ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്. നബിതങ്ങൾ ലീഡർഷിപ്പിന്റെ പവർ കാണിക്കുകയാണ്. അല്ല മദീനക്കാരെ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് വല്ലതും കിട്ടിയിട്ടുണ്ടോ? എന്നിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? നിങ്ങളിൽ നിന്ന് എനിക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? എന്നിൽ നിന്ന് നിങ്ങൾക്ക് വല്ല നന്മയും കിട്ടിയിട്ടുണ്ടോ? സ്വഹാബത്തൊരൊറ്റ കരച്ചിലാണ്. അതേ നബിയേ, ഞങ്ങൾക്ക് ഈമാൻ തന്നത്, ഞങ്ങൾക്ക് ഇസ്ലാം തന്നത്, ഞങ്ങൾക്ക് സ്നേഹം തന്നത്, ഞങ്ങൾക്ക് എല്ലാ നന്മയും തന്നത് തങ്ങളാണ്. സ്വഹാബത്ത് മനസ്സു തുറന്നങ്ങ് പറഞ്ഞപ്പോൾ ഹബീബ് കരയുകയാണ്. കരഞ്ഞിട്ട് പറഞ്ഞു, അൻസ്വാറുകളെ, എന്നെ നാട്ടുകാര് താമസിക്കാനിടം നൽകിയില്ല, നിങ്ങളെനിക്ക് താമസിക്കാനിടം നൽകിയവരാണ്, നിങ്ങളെനിക്ക് താമസത്തിന് സ്ഥലം നൽകിയവരാണ്, നിങ്ങളെനിക്ക് ഭക്ഷണം നൽകിയവരാണ്, നിങ്ങളെനിക്ക് സ്നേഹം നൽകിയവരാണ്, നിങ്ങളെനിക്ക് എല്ലാം നൽകിയവരാണ്. അൻസ്വാറുകളെ, അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറൽ അൻസാർ, അന മിനൽ അൻസാർ, ഞാൻ അൻസാരിയാണ്, ഞാൻ അൻസാരിയാണ്. എന്റെ കുടുംബക്കാർ ഇവിടെയുണ്ട്, ഞാൻ ഇവിടെ നിൽക്കണില്ല.
ഞാൻ പ്രിയപ്പെടുന്ന കഅബ ഇവിടെയുണ്ട്, ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ നിങ്ങളുടെ കൂടെ മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. അന മിനൽ അൻസാർ. ഉടനെ അൻസാറുകളുടെ മുദ്രാവാക്യമുണ്ട്, യാ റസൂലല്ലാഹ് റദീനാ ബിറസൂലില്ലാഹി ഖിസ്മൻ വഹല്ലാ. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്കൊരു സ്വത്തും വേണ്ട, ഒരു അധികാരവും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് തങ്ങൾ കൂടെ ഉണ്ടായാൽ മതി യാ ഹബീബല്ലാഹ്. അൻസാറുകൾ എത്ര വിശാലതയുള്ള മനസ്സുകാർ, അൻസാറുകൾ എത്ര വിശാല മനസ്കരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും മുഴുവനും വിരുന്നൂട്ടി ആതിഥ്യം നൽകി. അവസാനം അധികാരം വന്നപ്പോ 4 ഖലീഫമാരും മുഹാജിറുകളാ. അൻസാരികൾക്ക് പ്രശ്നമില്ല, അവർക്കറിയാം അവരാണ് അവകാശികൾ, അവരാണ് അവകാശികളെന്ന്. അപ്പൊ അൻസാറുകൾ ചോദിച്ചില്ല, അങ്ങ് മക്കത്ത് നിന്ന് നിങ്ങളെല്ലാം പ്രയാസം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ വീട് തന്നത് ഞങ്ങളല്ലേ, ഇവിടെ വന്ന് പ്രസിഡന്റ് ആയത് നിങ്ങളാണോ, ഖലീഫയായത് നിങ്ങളാണോ? ഒരു ചോദ്യവും ഇല്ല. നമ്മുടെ നാട്ടിൽ മഹല്ല് മാറിയ പ്രശ്നമാണ്. ആ മഹല്ലുകാരൻ ഇവിടെ, ആ പഞ്ചായത്തുകാരൻ ഇവിടെ, ഈ പഞ്ചായത്തുകാരൻ അവിടെ, ആ ജില്ലക്കാരൻ അവിടെ, ഈ സ്റ്റേറ്റുകാരൻ ഇവിടെ. എന്ത്? അള്ളാഹുവിന്റെ പവിത്രമായ മതത്തിന്റെ ചരിത്രം വായിക്ക്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ ഖലീഫയാര്? മിനൽ മുഹാജിരീൻ സയ്യിദുനാ അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെ നിങ്ങൾ മക്കത്ത മദീനത്ത് വന്ന് ആളാവണ്ടെന്ന് പറഞ്ഞില്ല, എല്ലാവരും ബൈഅത്ത് ചെയ്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിൻ മക്ക, മക്കയിൽ നിന്നുള്ള ആളാണ്. മൂന്നാമത്തെ ആൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്, പരാതിയില്ല. നാലാമത്തെ ആൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്, പരാതിയില്ല. ഇനി ഒരു കാര്യം കൂടി അറിയണം, 4 പേരും അർഹതയുടെ ഏറ്റവും വലിയ ഉന്നതിയിലുള്ളവരാണ്, ആർക്കും പരാതിയില്ല. ഇനി ഒന്നറിയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യാപിതാവാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, ഭാര്യാപിതാവാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, മരുമകനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, മരുമകനാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ. ഓ, മുഹമ്മദ് നബി തങ്ങളുടെ കുടുംബവാഴ്ച കൊണ്ടുവന്നതാണ് എന്നൊരു കമന്റ് വന്നിട്ടില്ല. അർഹതയുള്ളവർ കൈകാര്യം ചെയ്യട്ടെ, ദീൻ ഇവിടെ നടക്കട്ടെ എന്നല്ലാതെ സങ്കുചിതത്വങ്ങൾ ഇസ്ലാമിലില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം അങ്ങനെയാണ്, അങ്ങനെയാണ് പാരമ്പര്യം നമ്മൾ അറിയുന്നത്, അയിമ്മത്തിന്റെ വഴിയിൽ നിന്ന് അറിയുന്നത് അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, എത്ര വലിയ മനസ്സാണ് അൻസാറുകളുടേത്. അവര് ലോകത്തെ മുഴുവനും സ്വീകരിക്കാനുള്ള വിശാലമായ മനസ്സുകാരാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, അന മിനൽ അൻസാർ, ഞാൻ അൻസാരികളിൽപ്പെട്ട ആളാണ്. ഇന്നും അൻസാറുകളുടെ സ്വീകരണം, മദീനയിലേക്ക് ചെന്നാലുള്ള സ്വീകരണം ഒരു വല്ലാത്ത സ്വീകരണമാണ്. മദീന എന്തൊരു നാട്! सुबह तौबा में हुए बढ़ता है बाला नूर का, आया है तारा नूर का, आया है सारा नूर का. മദീന മുഴുവനും പ്രകാശിതമാണ്, മദീന മുഴുവനും പ്രഭാവിതമാണ്. മദീനയെ കുറ്റം പറയാൻ പാടില്ല. മദീനയുടെ മണ്ണിനും വിണ്ണിനും എല്ലാത്തിനും മഹത്വമുണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രഭാഷണങ്ങളിൽ മദീനയുടെ മണ്ണും മനസ്സും, മദീനയിലെ വിശേഷങ്ങൾ, മദീനയുടെ മഹത്വങ്ങൾ, മദീന വിശ്വാസിയുടെ സങ്കേതം, അങ്ങനെ 10 മണിക്കൂറോളം മദീനയെ കുറിച്ചുള്ള സീഡികൾ മാത്രമുണ്ട്, നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതിൽ മദീനയുടെ മഹാത്മ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാമുള്ള മദീനക്കാർ അൻസാറുകളാണ്. അവർ അല്ലാഹുവിന്റെ ദീനിനെ സ്വീകരിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയിലൂടെ വന്ന് അവരുടെ വേദന അറിയുകയാണ്. അന മിനൽ അൻസാർ. അപ്പോൾ ഒരു നേതാവിന്റെ റോള് നോക്കണം. ബാഹ്യശക്തികളോട് ആവശ്യമായ സന്ധിയും സംഭാഷണവും,
അപ്പോഴുണ്ടാവും ചിലപ്പോ ഒരു യൂണിറ്റ് കമ്മിറ്റിക്ക് ചെറിയൊരു പരാതി, അത് പരിഹരിക്കാൻ. ചിലപ്പോ ഒരു ജില്ലാ കമ്മിറ്റിക്ക് ഒരു വേദന, അത് പരിഹരിക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് പോയി കാര്യം അവരെ ബോധ്യപ്പെടുത്തി വിഷമിക്കേണ്ട, പരിഹാരമുണ്ടാക്കാം. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം ഇത്രമേൽ വിജയപേര് മുഴക്കുമ്പോഴും ചില ആളുകൾ ഇവിടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകളുണ്ട്. അവരുടെ പേര് വായിക്കുകയാണ്: അബ്ദുല്ലാഹി ഇബ്നു സഅദ്, അബി സർഹ് അൽ ആമിരി, അബ്ദുല്ലാഹി ഇബ്നു ഖത്തൽ അൽ അദ്റമി, വൽ ഹുവൈരിസ് ബിൻ നുഖൈദ്, മിഖ്യസ് ബിൻ സുബാബ് അൽ ലൈസി, ഹബ്ബാർ ബിൻ അൽ അസ്വദ്, ഇക്രിമത്ത് ബിൻ അബി ജഹൽ, ഹിന്ദ് ബിൻ ഉത്ബത്ത് സൗജി അബി സുഫിയാൻ, വസാറ ബിൻ ബനി അബ്ദുൽ മുത്തലിബ് തുടങ്ങിയുള്ള 10 ആളുകളെ, 6 സ്ത്രീകളെയും 6 പുരുഷന്മാരെയും 4 സ്ത്രീകളെയും ഹിറ്റ് ലിസ്റ്റിലേക്ക് വരികയാണ്. ഇവരെ എവിടെന്ന് കണ്ടാലും അറ്റാക്ക് ചെയ്യണം, അല്ലെങ്കിൽ കൊണ്ടുവരണം. ഒരു രാജ്യം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും. ഒരു വ്യവസ്ഥയുടെ സംവിധാനം. ക്ഷുദ്രജീവികളായ ആളുകളുണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യണം. രാജ്യത്തിന് ഭീഷണിയായ ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതും സമ്പൂർണമായ അധികാരം പഠിപ്പിക്കുന്ന നേതാവിന് ആജ്ഞാശക്തി വേണം. അല്ലെങ്കിൽ ചരിത്രം വായിക്കുമ്പോൾ വിചാരിക്കും എല്ലാവർക്കും അങ്ങ് വിട്ടുവീഴ്ച ചെയ്ത് സുതാര്യം ചെയ്യാനുള്ള നേതാവ് മാത്രമാണ്. വേണ്ട സ്ഥലത്ത് വേണ്ട പോലെ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന നേതാവാണ്. അത് പഠിപ്പിക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർഡറാണ്. ഇത്രയും ആളുകളെ എവിടെ കണ്ടാലും പിടിക്കാം, അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള പരസ്യ പ്രഖ്യാപനമാണ്. എന്നാൽ അതിൽ എല്ലാവരും പിടിക്കപ്പെടേണ്ടി വന്നിട്ടില്ല, എല്ലാവരും കൊല ചെയ്യപ്പെടേണ്ടി വന്നിട്ടില്ല. ഓരോരുത്തരെയും ഞാൻ വേഗമൊന്ന് വായിക്കാം. അബ്ദുല്ലാഹി ഇബ്നു സഅദ് ബിൻ അബി സർഹ് എന്ന് പറയുന്നയാൾ ആദ്യം ഇസ്ലാമിലേക്ക് വന്നയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി എഴുതിയിരുന്ന ആളാണ്. പിന്നെ ഖുറൈശികളുടെ വലയിൽ കയറിയിട്ട് വഞ്ചന ചെയ്തയാളാണ്. വഞ്ചിതരായ ആളുകളെ, വഞ്ചന ചെയ്യുന്ന ആളുകളെ, വഞ്ചകന്മാരായ ആളുകളെ ഒരു രാജ്യത്തിന് ഭീഷണിയാണ്. ഒറ്റക്കൊടുപ്പുകാരെ ഒരു രാജ്യം എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്, ഒറ്റ കൊടുക്കുന്ന ആളുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതും പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്കെതിരെയാണ് ഒന്നാമത്തെ ഓർഡർ. പക്ഷേ അയാൾ മനസ്സിലാക്കി, എനിക്ക് അപരാധമാണ് വന്നത്, എനിക്ക് തിരുത്തേണ്ടതുണ്ട്. അയാള് നേരെ വരുന്നു. ഇലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വകാന അഖാഹു ലിർറളാ. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരാനുള്ള ധൈര്യമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. മുലകുടി സഹോദരന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കൊണ്ടു ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, ഈ അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബി സർഹ് അയാൾ ഇസ്ലാമിനെ ആഗ്രഹിച്ച് വന്നിട്ടുണ്ട് നബിയേ. അഥവാ ചിലത് അയാൾക്ക് പറയാനുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം മുഖം കൊടുത്തില്ല, കാരണം കൊടും വഞ്ചന ചെയ്ത ആളായിരുന്നു. രണ്ടാമതും മുഖം കൊടുത്തില്ല, മൂന്നാമതും പരിഗണിച്ചില്ല. വരുന്നത് ശരിയാണോ എന്നറിയണമല്ലോ. അത് കഴിയുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ കൊടുക്കുകയാണ്, ബൈഅത്ത് ചെയ്യുകയാണ്. അപ്പൊ സ്വഹാബത്തിനോട് ചോദ്യം, അല്ല സ്വഹാബ, ഞാൻ 3 പ്രാവശ്യം വിമുഖനായി നിന്നിട്ടും നിങ്ങൾ എന്തേ അയാളോടൊന്ന് ചോദിക്കാതിരുന്നത്? എന്തേ അയാളോടൊന്ന് ചോദിക്കാതിരുന്നത്? ഉടനെ സ്വഹാബത്ത് പറയാണ്, തങ്ങളെ കണ്ണുകൊണ്ട് ചെറിയൊരു ആംഗ്യം കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്യുമായിരുന്നില്ലേ നബിയേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ കണ്ണുകൊണ്ട് വഞ്ചന കാണിക്കൽ അമ്പിയാക്കന്മാരുടെ പണിയല്ല, മുർസലീങ്ങളുടെ ശൈലിയല്ല, അതെന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല.
അയാളെ മാപ്പർഹിച്ചു സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വന്നയാളാണ്. അഇമ്മത്തി എഴുതുകയാണ്, വകാന അബ്ദുല്ലാഹി ബഅദ ദാലിക മിമ്മൻ ഹസന ഇസ്ലാമുഹു ഫവല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചില ഉത്തരവാദിത്തങ്ങളും ഡ്യൂട്ടികളും നൽകിയിട്ടുണ്ട്. സുമ്മ വല്ലാഹു ഉസ്മാനു റളിയല്ലാഹു അൻഹു എന്നവരും അവിടുന്ന് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അയാൾ നല്ലതിലേക്ക് മടങ്ങി വന്നയാളാണ് അബ്ദുല്ലാഹി ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ആളോ അബ്ദുല്ലാഹി ഇബ്നു ഖത്തലാൻ. അബ്ദുല്ലാഹി ഇബ്നു ഖത്തൽ എന്ന് പറയുന്ന ക്രൂരനാണ്, വലിയ ധിക്കാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കളെ വേദനിപ്പിച്ചയാളാണ്, വലിയ പീഡനങ്ങൾ അനുഭവിപ്പിച്ച ആളാണ്, വലിയ മർദ്ദനങ്ങൾ നൽകിയ ആളാണ്. അള്ളാന്റെ ഹബീബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഓ നബിയേ, അബ്ദുല്ലാഹി ഇബ്നു ഖത്തൽ കഅബയുടെ ഖില്ലയിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനമാണ്, ഇന്നൽ കഅബത ലാ തുഈദു അസിയാ വലാ തംനഉ മിൻ ഇഖാമത്തി ഹദ്ദിൻ വാജിബ്. ഓ സ്വഹാബ, അവൻ കഅബയുടെ ഖില്ലയിൽ കിടന്നാലും അവൻ നിർബന്ധമായ ശിക്ഷ അനുഭവിക്കേണ്ടവനാണ്, അവനും മാപ്പിന് വകുപ്പില്ല. സഈദ് ബിൻ ഹുറൈസ് അൽ മഖ്സൂമി റളിയല്ലാഹു അൻഹുവും അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവും നേരെ ചെല്ലുകയാണ്. അവന്റെ കഥ കഴിച്ചു കളഞ്ഞു, അവൻ ഈ രാജ്യത്തിന് ഭീഷണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു രാജ്യ നിർമ്മിതിയുടെ ആക്ഷനുകൾ പൊളിറ്റിക്സ് പഠിക്കുന്ന കുട്ടികൾ വായിക്കണം. രാഷ്ട്രമീമാംസയെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പൊതുരംഗത്ത് ഇടപെടുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം സാമൂഹിക ഇടപെടലുകളുടെ ആസൂത്രിതമായ മുന്നേറ്റങ്ങളെ വായിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറ്റ് ലിസ്റ്റിൽ എഴുതിയിട്ടിരുന്ന ഒരാൾ കഥ കഴിഞ്ഞിരിക്കുകയാണ്. വഅമ്മൽ ഹുവൈരിസ്, ഹുവൈരിസ് എന്ന് പറയുന്നയാൾ ആരാണെന്നറിയുമോ? അയാൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അഥവാ ഇസ്ലാമിനെതിരെ ചാടി വീണിരുന്നയാളാണ് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാകുന്ന ഫാത്തിമ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരെ മദീനയിലേക്ക് കൊണ്ടുപോകുന്ന നേരത്ത് ആ ഒട്ടകത്തെ ആക്രമിച്ച് പ്രശ്നമുണ്ടാക്കിയിട്ട് ജനങ്ങളിൽ വലിയ പ്രയാസമുണ്ടാക്കിയ ആളാണ്. സ്ത്രീകളുടെ അവകാശവും ബഹുമാനവും പോലും പരിഗണിക്കാത്ത മനുഷ്യപ്പറ്റില്ലാത്തവനാണ്. അവനും ഇവിടെ വേണ്ട. ഫഖതലഹു അലി ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു ആക്ഷൻ എടുത്തു. പിന്നീട് മിഖ്യസ് ഇബ്നു സുബാബ എന്ന് പറയുന്നയാൾ, അയാളോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയിൽ ഒരാളുമായി അടിപിടി കൂടിയിട്ട് അവസാനം മക്കാ ഫതഹിന്റെ അന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നയാളാണ്. ഹബ്ബാർ ബിനുൽ അസ്വദ് എന്ന് പറയുന്നയാൾ, അയാൾ വളരെ അക്രമങ്ങൾ ചെയ്തയാളാണെങ്കിലും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഓ നബിയേ, ഞാൻ ഒരുപാട് അരുതായ്മകൾ ചെയ്തവനാണെങ്കിലും എനിക്ക് കുറ്റബോധമുണ്ട്, എനിക്ക് മാപ്പ് തരണേ നബിയേ. നബി തങ്ങൾ മാപ്പ് കൊടുക്കുകയാണ്. പക്ഷേ സ്വഹാബത്തിന് സഹിക്കുന്നില്ല. എത്ര വലിയ ക്രൂരനാണ് ഇയാൾ, ഇയാൾക്ക് മാപ്പ് കൊടുക്കുകയോ? മദീനത്തേക്ക് ഇയാൾ വന്നപ്പോ സ്വഹാബത്ത് തുടങ്ങി, അന്തല്ലദീ ഫഅൽത ഫഅൽത അന്തല്ലദീ ഫഅൽത വഫഅൽത. എടോ ഹദ്ദാറെ, നീയല്ലേ നബിതങ്ങളെ ഇങ്ങനെ ചെയ്തത്? നീയല്ലേ നബിതങ്ങളുടെ മക്കൾ വന്ന വഴിക്ക് ശല്യമുണ്ടാക്കിയത്? നീയല്ലേ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞത്? അങ്ങനെ അയാളെ അങ്ങ് വല്ലാണ്ട് മാനസികമായി സ്വഹാബത്ത് പീഡിപ്പിച്ചപ്പോ അവിടെയും മനുഷ്യാവകാശത്തിന്റെ പ്രഖ്യാപനമാണ്.
യാ ഹബ്ബാർ സുബ്ബ മൻ സബ്ബക. നിങ്ങളെ ചീത്ത പറയുന്നവർ മോശമാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിപ്പാണ്. നോക്കൂ, എന്നാ കുറച്ചൊക്കെ കേട്ടോട്ടെ എന്നല്ല, അയാൾ നന്നായി കഴിഞ്ഞാൽ പിന്നെ അയാളെ വേദനിപ്പിക്കാൻ പാടില്ല. ചില കാക്കാമാര് പള്ളിയിലിരിക്കും, എല്ലായിടത്തും റിട്ടയർഡ് ആയിട്ടാ പള്ളി വരിക, പിന്നെ നിസ്കരിക്കാൻ വരുന്നവരുടെ കുറ്റം പറയാ. അങ്ങനെ അഥവാ ഇന്നലെ വരെ നിസ്കരിക്കാത്ത ഒരുത്തൻ പള്ളിയിലേക്ക് വന്നാൽ എന്തോ തോന്നിയടാ ഇപ്പൊ പള്ളി വരാൻ, അതോടെ വന്ന വഴിക്ക് അയാൾ തിരിച്ചു പോകും. അങ്ങനെ ചെറിയ റിട്ടയർഡ് ഉപ്പാപ്പമാരുണ്ട്, നല്ല ദിക്ർ ചൊല്ലി ജീവിക്കുന്ന ഉപ്പാപ്പമാരുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രിയമുള്ള സഹോദരന്മാരെ അറിയണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം സുബ്ബ മൻ സബ്ബ യാ ഹബ്ബാർ, നിങ്ങളെ ചീത്ത പറഞ്ഞവർ അവർക്ക് നാശമുണ്ടാകട്ടെ, അവർ മോശക്കാരാണ്. അതോടെ സ്വഹാബത്തെല്ലാം നിർത്തി, ഇയാളെ ചീത്ത പറഞ്ഞുകൂടാ. ഇനി അടുത്തയാളാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ. ഇന്ന് ഞാൻ അതിലേക്ക് കടക്കാനുള്ള സമയം പോരാ, അത് വളരെ പ്രധാനമായ സംഭവമാണ്. വേറെ ഒരാളാണ് അബ്ദുല്ലാഹി സബഅരി എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലിസ്റ്റിട്ട ആളുകളിൽ ഒരാളാണ്. ഹബീബായ നബി തങ്ങൾ മക്കയിൽ വന്ന് ജയം വരിച്ചപ്പോൾ അബ്ദുല്ലാഹി സബഅരി എന്ന് പറയുന്നയാൾ നജ്റാനിലേക്ക് നാട് കടന്നു, നാട് വിട്ടുപോയി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു കവിത അങ്ങ് വിട്ടുകൊടുത്തു. ഫഅർസല ഹസ്സാൻ ഇബ്നു സാബിത്തിൻ അബിയാതൻ യുരീദു ബിഹ ഇബ്നു സബഅരി. കവിത കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പീഡിപ്പിച്ചയാളാണ്, വളരെ ആക്ഷേപം നടത്തിയ ആളാണ്. അങ്ങ് പാരീസിൽ കൊല്ലപ്പെട്ടവരെ പോലെയുള്ളയാളാണ്. അയാൾ നജ്റാനിലേക്ക് നാട് കടന്നു. ഉടനെ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന്റെ വരികളാണ് ചീറിപ്പാറുന്ന വാളുപോലെ ഇബ്നു സബഅരിയിലേക്ക് എത്തുകയാണ്. ലാ തഅദമൻ റജുലൻ ഹല്ലക ബുളുഹു നജ്റാന ഫീ ഐശിൻ ഹല്ലലീമി بليت قناتك في الحروب فألفيت خوارة خوفاء ذات وصوم. എവിടെ പോയാലും രക്ഷയില്ല എന്ന് എഴുതിയിട്ട് മഹാനവറുകൾ എഴുതുകയാണ്, ഖളബുൽ ഇലാഹി അലൽ സബ്അരി വബിനിഹി വഅദാബു സൂഇൻ ഫിൽ ഹയാത്തി മുഖീമി. ഓ ഇബ്നു സബഅരി, ഭൂമി ലോകത്തെവിടെ പോയാലും അള്ളാന്റെ കോപം വാങ്ങിയിട്ട്, മുത്തുനബി തങ്ങളുടെ ശാപം വാങ്ങിയിട്ട് എവിടെ രക്ഷപ്പെടാനാണ്? രക്ഷയില്ല മോനെ. ഇമാം ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഇബ്നു സബഅരിക്ക് ഈ കവിതയങ്ങ് കിട്ടിയപ്പോൾ ഖറജ ഇലാ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. വഹുവ ജാലിസുൻ ഫീ സ്വഹാബിഹി, നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. ഫലമ്മാ നളറ ഇലൈഹി റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോൾ ഹാദാ ഇബ്നു സബഅരി വമഅഹു വജ്ഹുൻ ഫീഹി നൂറുൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്നു സബഅരി ആണല്ലോ ആ നിൽക്കുന്നത്, അയാളുടെ മുഖത്ത് ഈമാനിന്റെ ഒരു നൂറുണ്ടല്ലോ. മുഅ്മിനീങ്ങളുടെ മുഖത്ത് ഈമാനിന്റെ ഒരു നൂറുണ്ടാവും, ബിദ്അത്തുകാരുടെ മുഖത്ത് ആ ബിദ്അത്തിന്റെ ഒരു ഇരുളും ഉണ്ടാവും. അത് നോക്കിയാൽ തന്നെ വിലയിരുത്താം. ബിദ്അത്തിലേക്ക് പോയ ആളുകളുടെ മുഖത്തൊരു കാടും ഒരു ഇരുട്ടൊക്കെ ഇങ്ങനെ കാണും. അതേസമയത്ത് ഈമാനുള്ളവരുടെ മുഖത്ത് നൂറുണ്ടാകും. അല്ലാഹു തആല നമ്മളെ അൻവാറുകളുടെ ആളുകൾ, അല്ലാഹുവിന്റെ ഈമാനിന്റെ മുത്തുനബി തങ്ങളുടെ മഹബ്ബത്തിന്റെ അൻവാറുകൾ അല്ലാഹു നമ്മളിൽ നിറച്ചു തരുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇബ്നു സബഅരി, അയാളുടെ മുഖത്ത് ഈമാനിന്റെ ഇസ്ലാമിന്റെ നൂറുണ്ട്. അയാൾ വന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്
وأنك عبده ورسوله الحمد لله الذي هداني للإسلام. ഓ നബിയേ, ഞാൻ ഇസ്ലാം അംഗീകരിച്ച് വന്നിരിക്കുകയാണ്. ഞാൻ ചെയ്യാത്ത തടസ്സങ്ങളിൽ നിന്നറിയുമല്ലോ നബിയേ. അവിടുത്തെ പ്രബോധനത്തിന്റെ വഴിയിൽ വളരെ ശല്യമുണ്ടാക്കിയ ആളാണ്. അങ്ങനെ ഞാൻ നജ്റാനിലേക്ക് ഓടിപ്പോയ ആളാണ്. ഇപ്പൊ എന്റെ കൽബിൽ വല്ലാത്തൊരു പശ്ചാത്താപമുണ്ട്. അയാൾ വന്ന് പറയാണ്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എനിക്കെന്റെ ഉറക്കടുത്തേക്ക് വരുന്നില്ല. മിമ്മാ അതാനി അന്ന അഹ്മദ ലാമനി ഫീഹി ഫബിത്തു കഅന്നനി മഹ്മൂമു. എനിക്ക് പ്രവാചകന്റെ ശാപം കിട്ടുമെന്നറിഞ്ഞപ്പോ എനിക്കതിനൊന്ന് സഹിക്കുന്നില്ല. ഇന്നീല മുഅ്തദിറുൻ ഇലൈക മിനല്ലദീ അത്തൈതു ഇദ് അന ഫിൽ ളലാലി അഹീമു. ഞാൻ അവിടുന്ന് ഉപാധി ബോധിപ്പിക്കുകയാണ്, ഒരുപാട് ചെയ്തു പോയി. അയ്യാമ തഅ്മുറുനി ബിഅഗ്വാ ഖുത്തതി സഹമുൻ വതഅ്മുറുനി ബിഹാ മഖ്സൂമു എന്നിങ്ങനെ പാടി വന്നിട്ട് ഇബ്നു സബഅരി പറയാണ്, ഇതിന്ന് 2-3 പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി വായിച്ചപ്പോൾ അല്ലാഹ്, എന്തൊരത്ഭുതമാണ്! ലോകത്ത് ഏറ്റവും വലിയ നീതിയുടെ പര്യായം, വിട്ടുവീഴ്ചയുടെ പര്യായം, എന്റെയും നിങ്ങളുടെയും മുത്തുനബി തങ്ങളുടെ ജീവിതം ഇത്രമേൽ കൃത്യമായി അടയാളപ്പെട്ട് കിടക്കുകയാണ്. അതിന്റെ ഒരു അരികു പോലും വായിക്കാനുള്ള നേരം ഈ ജീവിതത്തിന് കിട്ടില്ലല്ലോ. അല്ലാഹുവേ, ഇതൊക്കെ വായിച്ചതിന്റെയും കേട്ടതിന്റെയും ബർക്കത്ത് കൊണ്ട് നാളെ ഇത് കേട്ടുകൊണ്ടിരുന്ന ഹബീബിന്, ഇതനുഭവിച്ച് നേതൃത്വം നൽകിയ ഹബീബിന്റെ ചാരത്ത് ഞങ്ങളെ ഒന്ന് എത്തിക്കണേ റഹ്മാനേ. മഹബത്ത് കൊണ്ട് കൽബൊന്ന് നിറച്ചു തരണേ റഹ്മാനേ. ഫല്യൗമ ആമന ബിന്നബി മുഹമ്മദി ഖൽബി വമുഖ്തിഉ ഹദി മഹ്റൂമു. കണ്ടില്ലേ, ഇന്ന് ഞാൻ എന്റെ ഖൽബ് റസൂലുള്ളാഹിനെ അംഗീകരിച്ചിരിക്കുകയാണ്. മലത്തിൽ അദാവത്തു ഫൻഖലത് അസ്ബാബുഹാ വദഅത് അവാസിറു ബൈനനാ വഹുലൂമു. എല്ലാ വിരോധങ്ങളും അതിന്റെ കാരണങ്ങളും നീങ്ങിപ്പോയി. ഇനി ബന്ധമേ ഉള്ളൂ, ചേർച്ചയേ ഉള്ളൂ. ഇനി അബ്ദുല്ലാഹ് ഇബ്നു സബഅരി റസൂലുള്ളാഹിന്റെ മുമ്പെന്ന് മുസ്ലിമായിട്ട് പറഞ്ഞ വരി കേട്ടോ. മങ്കൂസ് മോരിതില ഇർത്തക്കബത്ത് ചെല്ലുന്നവരൊന്ന് ഉറപ്പിച്ചോ. ഫഗ്ഫിർ ഫിദല്ലക വലിദായ കിലാഹുമാ സലലി ഫഇന്നക റഹിമും മർഹൂമു. ഇഗ്ഫിർ, തങ്ങളെ പുറത്തു തരണേ തങ്ങളെ. ഫിദാലക വലിദായ കിലായുഹുമാ, എന്റെ വാപ്പയും ഉമ്മയും തങ്ങൾക്ക് ദണ്ഡമാണ്. ഇനിയും അദ്ദേഹം പറയാണ്, ഞാൻ എത്ര വായിക്കാനാണ്, നേരം വളരെ കുറവാണ്. ഹബീബിലേക്ക് ചേരുകയാണ്. ഈ സ്നേഹപ്രപഞ്ചത്തിൽ സ്നേഹം മദീനയോട് ചേർത്ത് വെച്ചുകൊണ്ടൊന്ന് ചുംബനം കൊടുക്കാനുള്ള സമയമാണ്. വല്ലാഹു യശ്ഹദു അന്ന അഹ്മദ മുസ്തഫ മുസ്തഖ്ബലും ഫി സ്വാലിഹീന കരീമു. കർമുൻ അലാ ബുനിയാനു മിൻ ഹാഷിമി ഫർഉൻ തമക്കന ഫി ദുറാവ ഉറൂമു. എന്റെ മുതഅല്ലിമീങ്ങളെ, എന്റെ പ്രിയമുള്ള പണ്ഡിത സഹോദരന്മാരെ, എത്ര യുഗങ്ങൾ വ്യാഖ്യാനിക്കേണ്ട വാചകങ്ങളാണ്
ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് വലിയ ക്രൂരത ചെയ്തവര് ഹബീബിന്റെ മുമ്പിൽ വന്ന് കലിമ ചൊല്ലിയപ്പോഴേക്ക്, ഇസ്ലാം അംഗീകരിച്ചപ്പോഴേക്ക് ഒരു പകയുമില്ല, ഒരു ദേഷ്യവും ഇല്ല. ഈ റസൂലുള്ളാഹിന്റെ അനുയായികളായ എന്റെ ഉമ്മത്തിനോട് ചോദിക്കട്ടെ, നമുക്ക് വാപ്പാനോടെങ്ങനെ പിണങ്ങാൻ കഴിയും? മൂത്താപ്പാനോടെങ്ങനെ പിണങ്ങാൻ കഴിയും? എളാപ്പാനോടെങ്ങനെ പിണങ്ങാൻ കഴിയും? ഭാര്യയോടെങ്ങനെ പിണങ്ങാൻ കഴിയും? കുടുംബബന്ധം എങ്ങനെ മുറിക്കാൻ കഴിയും? കഴിയില്ലല്ലോ. വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ കുടുംബങ്ങൾ ഭദ്രമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് കുടുംബബന്ധം വിച്ഛേദിക്കുന്നവരെ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അല്ലയോ സഹോദരിമാരെ, ചെറിയ ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിച്ചിട്ട് ഭർത്താവിനോട് പറയാണ്, ഇനി അവളുടെ വീട്ടിലേക്ക് പോയാൽ എനിക്ക് നിങ്ങളോട് ബന്ധമില്ല. ഇനി ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഞാനിവിടെ താമസിക്കൂല, ഞാനിനി കുടുംബത്ത് താമസിക്കൂല, ഞാൻ അവരുടെ വീട്ടിൽ വരൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിക്കോ, നിനക്ക് വേണമെങ്കിൽ പോയിക്കോ, ഞാനവിടെ കാലുകുത്തൂല. ഇങ്ങനൊക്കെ കുടുംബങ്ങളെ വെട്ടിമുറിക്കുന്നവരെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും കുടുംബങ്ങളോട് ബന്ധവിച്ഛേദമുള്ളവര്, എന്റെ ശബ്ദം ഇവിടെ ഇരുന്നോ ഗൾഫിലിരുന്നോ ലോകത്ത് എവിടെ ഇരുന്നെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ ബന്ധങ്ങൾ പുനർചേർച്ച നടത്തിക്കോ. കുടുംബ ബന്ധം മുറിച്ചുകൂടാ. എത്രയെത്ര സഹോദരിമാരാണ് ചില കുടുംബങ്ങളിൽ പുതിയ പെണ്ണുങ്ങളായി വന്നിട്ട് ആ കുടുംബങ്ങളെ ചിന്നിച്ചിതറിയില്ലേ? സഹോദരന്മാരെ തെറ്റിച്ചില്ലേ? ഉമ്മയും മക്കളെയും അഭിപ്രായ വ്യത്യാസത്തിലാക്കിയില്ലേ? ചില അമ്മായിയമ്മമാരുടെ കടുംപിടുത്തം കൊണ്ട് ഭാര്യാഭർത്താക്കന്മാര് സന്തോഷമില്ലാതെ വേദന അനുഭവിക്കുന്നില്ലേ? ഉമ്മമാരെ, അതും വലിയ കുറ്റമാണ് കേട്ടോ. ചില അമ്മായിയമ്മമാരുടെ പിടിവാശി കൊണ്ട് മകന് മരുമകളുടെ അടുത്ത് പോകാൻ വയ്യ, മകൾക്ക് മരുമകന്റെ അടുക്കൽ പോകാൻ വയ്യ. പേരിട്ട ആള് മാറിയതിന്റെ പേരിൽ ഇനി അവനെ വേണ്ട. ഒരു ചെറുപ്പക്കാരൻ വന്ന് കരഞ്ഞുകൊണ്ട് പറയാണ്, ഉസ്താദേ, ഞാൻ എന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലേണ്ടി വരികയാണ്. മോനെ, എന്താ പ്രശ്നം? പ്രശ്നം തുടങ്ങിയത് വേറെ എവിടെയുമല്ല, എനിക്ക് കുട്ടി പിറന്നപ്പോൾ പേരിട്ട ആള് മാറിപ്പോയി. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പറയുന്നു, എന്റെ സഹോദരിമാരോട് പറയുന്നു, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരോട് പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും പൊരുത്തം കുടുംബ ബന്ധം ചേർക്കുമ്പോഴാണ്. ആയുസ് കൂടാനുള്ള കാരണം അതാണ്, ആരോഗ്യം കിട്ടാനുള്ള ഒരു അമലാണത്. ഇന്ന് ഓരോ വീട്ടിലും എന്ന നിലയ്ക്ക് ക്യാൻസർ രോഗമാണ്. ഇന്നാ ലില്ലാഹ്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റഹ്മാനേ, ഉള്ളവർക്ക് ശിഫാ നൽകണേ റഹ്മാനേ. എല്ലാ സ്റ്റേജും കഴിഞ്ഞ് മരണത്തെ അഭിമുഖീകരിക്കുന്നവരുണ്ട്, പക്ഷേ അധികാരം നിന്റെ കയ്യിലാണ്. നീ ശിഫാ നൽകണേ റഹ്മാനേ. കേട്ടോ, ഇത്തരം മാരകമായ രോഗങ്ങൾ ഇവിടെ വരുമ്പോ കാണുന്ന ഹോസ്പിറ്റലിലേക്ക് ഓടുന്നതിന് മുമ്പ് മുത്തുനബി തങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മറന്നോന്നൊന്ന് ആലോചിക്കണം. ആയുസ് കൂടി കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കർമ്മമാണ് കുടുംബ ബന്ധങ്ങൾ ചേർക്കൽ എന്ന് പറയുന്നത്. അതുവഴി ആയുസ് നീട്ടിക്കിട്ടും കേട്ടോ. എത്രയെത്ര കോടിപതികളാണ് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുന്ന ഒരു പൊതി ചോറിന് വേണ്ടി ക്യൂ നിൽക്കുന്നു. മറ്റൊന്നുമല്ല, ക്യാൻസർ വന്ന് ചികിത്സിച്ചിട്ട് ദരിദ്രരായി പോയി, കിടക്കാടം വിറ്റുപോയി, എന്നിട്ടും ആള് ബാക്കിയായില്ല. ഇതുപോലെ വലിയ പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെത് വരുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട്, അവനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനോട് ചെയ്ത് അടുപ്പം സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മൾ റബ്ബിലേക്ക് ചേരുകയാണ് വേണ്ടത്, അല്ലാതെ പടച്ചവനെ മറക്കുകയല്ല. ഈ മജ്ലിസ് ഇന്ന് ഞാൻ നീട്ടി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്, ഹബീബിന്റെ കയ്യിൽ എല്ലാമുണ്ട്. എന്നിട്ടും വിട്ടുവീഴ്ചയാണ്, എന്നിട്ടും ഔദാര്യമാണ്, എന്നിട്ടും വിനീതമാണ്.
എന്നിട്ടും ലാളിത്യമാണ്. ആ നബിതങ്ങളല്ലേ നമ്മുടെ നേതാവ്. ഞങ്ങൾ ഒരിക്കൽ ഹറമിൽ വർഷങ്ങൾക്ക് മുമ്പ് നിൽക്കുമ്പോ അവിടെ ദർസ് നടത്തുന്ന മുഹമ്മദുൽ മക്കി എന്ന ഒരാൾ ഉറുദുവിൽ അവിടെ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ഒരാൾ പല ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കും, പണ്ഡിതന്മാര് മറുപടി പറയും. ഒരാളുടെ ചോദ്യം, ഞാനും എന്റെ ഭാര്യയും ഹജ്ജിന് വന്നിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും പിണക്കത്തിലുമാണ്, രണ്ടുപേരും 2 ഹോട്ടലിലുമാണ്, ഞങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കുമോ ഇല്ലേ എന്നാ ചോദ്യം. അപ്പോൾ ആ പണ്ഡിതന്റെ മറുപടി തുടങ്ങിയത് ഇങ്ങനെയാ, ആപ്കോ ശർം നഹീ ആത്തി ഹോ, നാണമില്ലേടോ ഇവിടെ ചോദിക്കാൻ? സർവാധികാരിയായ അള്ളാഹുവിന്റെ പൊറുക്കൽ തേടിയിട്ടായി കഅബത്തിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് പുറത്തു തന്നില്ല വെച്ചിട്ട് അള്ളാഹ്ക്കൊന്നും സംഭവിക്കാനില്ല. അങ്ങനത്തെ റബ്ബ് നിനക്ക് പുറത്തു തരണം. നിനക്ക് നിന്റെ ഭാര്യയോട് പുറത്തു കൊടുക്കാൻ വയ്യ, അല്ലെങ്കിൽ നിന്റെ ഭാര്യക്ക് നിന്നോട് പുറത്തു കൊടുക്കാൻ വയ്യ, നാണമില്ലേ കഅബത്തിൽ വരാൻ എന്നായിരുന്നു മറുപടി. എന്നതുപോലെ ഖാലിഖായ റബ്ബ് പുറത്തു തരണം എന്ന് നമ്മളെല്ലാം കൊതിക്കുക. അവന് നമുക്ക് പുറത്തു തന്നിട്ട് ഒന്നും കിട്ടാനില്ല. അവന്റെ ഔദാര്യമാണ്. അള്ളാഹു നമുക്ക് പ്രതിഫലം തന്നാൽ അത് ഔദാര്യമാണ്, നമ്മളെ ശിക്ഷിച്ചാൽ അത് അവന്റെ നീതിയാണ്. ആർക്കും സമരം ചെയ്യാനില്ല, ആർക്കും പരാതി പറയാനില്ല. അത്രമേൽ സർവാധികാരിയാണ് റബ്ബ്. അങ്ങനെയുള്ള റബ്ബ് നമുക്ക് പുറത്തു തരണം. നമുക്ക് ഒരാളോട് വിട്ടുവീഴ്ച ചെയ്യാൻ വയ്യ. കല്യാണത്തിന് വിളിക്കാത്തതിന്റെ പേരിൽ, വേറെ ഏതോ വിശേഷത്തിന് വിളിക്കാത്തതിന്റെ പേരിൽ, വീട് വെച്ചത് അറിയിക്കാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ അച്ചാരത്തിന് വിളിക്കാത്തതുകൊണ്ട് കല്യാണത്തിന് പോകൂല. അങ്ങനെല്ലാം ദുർവാശി പിടിച്ച് കുടുംബങ്ങളുടെ ഇടയിൽ വിച്ഛേദമുണ്ടാക്കിയാൽ റബ്ബ് വലിയ രോഗങ്ങളും പരീക്ഷണങ്ങളും തരും. അതുകൊണ്ട് നമ്മൾ നല്ല മനസ്സിലേക്ക് വരണം. സ്നേഹപ്രപഞ്ചത്തിൽ വരുന്ന ആളുകൾ അത്തരം കുടുംബ വിച്ഛേദങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നീ നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കണം. അതാണ് ഒരു മുഅ്മിനിന്റെ അടയാളം. നിന്നോട് നിന്റെ സഹോദരൻ മിണ്ടുന്നില്ല, നീ അങ്ങോട്ട് മിണ്ടണം. അള്ളാഹു നിനക്ക് വലിയ കൂലി തരുന്നതാണ്, വലിയ പ്രതിഫലം തരുന്നതാണ്. നീ അങ്ങോട്ട് മിണ്ടണം, നീ അങ്ങോട്ട് വിനയം കാണിക്കണം. അപ്പ റബ്ബ് നിന്നെ പരിഗണിച്ച് വലിയ ഔദാര്യം ചെയ്യുന്നതാണ്. സഹോദരിമാരെ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാരെ മറ്റുള്ളവരോട് പിണക്കിയിട്ട് അവരുടെ സ്വർഗം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അവരുടെ കുടുംബങ്ങളിൽ ഛിദ്രത വരുത്തരുത് കേട്ടോ. ഭർത്താക്കന്മാരെ, എന്നെ പരിഗണിക്കാത്തടത്ത് നീ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഭാര്യമാരെ അവരുടെ വീട്ടിൽ പോകുന്നതിന്, സഹോദരന്മാരെ കാണുന്നതിന്, വാപ്പാനെ ഉമ്മാനെ സന്ദർശിക്കുന്നതിന് തടസ്സം വെക്കല്ലേ. കുടുംബങ്ങളിൽ ദീനാണ് വലുത്, അള്ളാഹുവിന്റെ നിയമമാണ് വലുത്. റബ്ബേ, നിന്റെ ദീനിനെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനേ. ഒരൊറ്റ കാര്യം, ചെറിയൊരു സംഭവം പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി നമ്മൾ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ ഇസ്ലാമിലേക്ക് വരികയാണ്. നാളെ അബൂ ലഹബിന്റെ 2 മക്കൾ ഇസ്ലാമിലേക്ക് വരികയാണ്. നാളെ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ഇസ്ലാമിലേക്ക് വരികയാണ്. അങ്ങനെ വലിയ വലിയ നേതാക്കൾ ഇസ്ലാമിലേക്ക് വരുന്ന അത്ഭുതകരമായ രംഗങ്ങളാണ് നാളെ നമുക്ക് അറിയാനുള്ളത്, വായിക്കാനുള്ളത്. ഈ പരമ്പര എവിടെ എത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും കഴിയുന്നത്ര നമുക്ക് വായിക്കാം. അല്ലാഹ്, ഞങ്ങളിത് പറയുമ്പോ കൽബിന് വലിയൊരു ആനന്ദമുണ്ട്. കാരണം ഞങ്ങളുടെ നേതാവിനെയാണ് പറയുന്നതെന്ന്. അല്ലാഹുവേ, ഇത് മദീനത്തൊന്ന് കാണിച്ചു കൊടുത്ത് സമ്മതം വാങ്ങിത്തരണേ റബ്ബേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഹബീബിലേക്ക് ചേർന്ന മഹാന്മാർ, റസൂലുള്ളാഹിനെ കണ്ട മഹാന്മാർ എത്രയാണ്, പറഞ്ഞാൽ തീരില്ല. ഈ ഒരു ഗ്രന്ഥം തന്നെ മുഴുവനും
ഹബീബായ നബി തങ്ങളെ കണ്ട മഹാന്മാരെ പറയുന്ന ഗ്രന്ഥമാണ് മുഅ്ജമു മൻ റആ സയ്യിദൽ ഖൽഖി ഫിൽ ലിഖ്ളത്തി വൽ മനാം. ഹബീബായ നബി തങ്ങളെ ഉറക്കിലും ഉണർവിലും കണ്ടവരുടെ പട്ടിക എഴുതിയ ഗ്രന്ഥമാണിത്. പിന്നെയുണ്ടോ നമുക്ക് പറയാൻ ക്ഷാമം? പിന്നെയുണ്ടോ നമുക്ക് കേൾക്കാൻ ക്ഷാമം? അഇമ്മത്തിന്റെ ജീവിതം വേറെ ഇമാമുകൾ ഇതുപോലെ എഴുതി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മഅസൂം അൻ-നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. മുഹമ്മദ് മഅസൂം അൻ-നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു നഖ്ശബന്ദിയ തരീഖത്തിന്റെ ഇമാമുകൾപ്പെട്ട മഹാനവറുകൾ അതാ പരിശുദ്ധമായ മദീനയിൽ ചെന്ന് മക്കയിലും മദീനയിലും പോയി യാത്ര ചെയ്തിട്ട് മദീനയിലും മക്കയിലും പോയി അമലുകൾ ചെയ്തിട്ട് വഗലബ അലയ്യ വഖ്തുൽ വിദാ, മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മഹാനവറുകൾ യാത്ര കഴിഞ്ഞ് മടങ്ങാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരുങ്ങുമ്പോൾ വഗലബ അലയ്യ വഖ്തുൽ വിദാഇ വസ്സഫരി മിനൽ മദീനത്തിൽ മുനവ്വറ, മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് മടങ്ങാൻ ഒരുങ്ങുന്ന നേരത്ത് സഹിക്കുന്നില്ല. ഹബീബിന്റെ മദീനയിൽ നിന്ന് വരികയാണല്ലോ. അവിടെ നിന്ന് ഏറെ നേരം കരഞ്ഞ് മുത്തുനബിതങ്ങളോട് യാത്ര ചോദിക്കാനുള്ള പ്രയാസത്തോടെ നിൽക്കുമ്പോൾ ഫറഅയ്തു സയ്യിദൽ മുർസലീൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. ഖദ് ഖറജ മിൻ ഹുജ്റതിൽ മുതഹ്ഹറ, അവിടുത്തെ റൂമിൽ നിന്ന് അവിടുത്തെ ഹുജ്റത്തു ശരീഫയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് വഖല അലയ്യ ഖിൽഅതൻ ഫാഖിറ, അതാ ഒരു സ്ഥാനവസ്ത്രം മഹാനവറുകൾ അവിടുന്ന് എടുത്ത് വതാജൻ മിസ്ല താജിൽ മുലൂക്കി, രാജാക്കന്മാരുടെ കിരീടം പോലെ ഒരു കിരീടവും എടുത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മേൽ അതാ രണ്ടും സന്തോഷത്തോടെ അണിയിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം തൊട്ട വസ്ത്രവും അവിടുന്ന് തന്നെ വെച്ചു തന്ന ഒരു കിരീടവും മദീനയിൽ നിന്ന് പിരിയാൻ വേദനയോടെ നിന്ന് കരയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷമായി സമ്മാനമായി നൽകി എന്നെ മദീനയിൽ സ്വീകരിക്കുകയാണ് എന്ന് നഖ്ശബന്ദി തരീഖത്തിന്റെ അയിമ്മത്തിൽ നിന്ന് മഅസൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹ് ഞങ്ങൾക്കും മദീനയിൽ ഒരുപാട് തവണ എത്താൻ, ഹബീബിലേക്ക് ചേരാൻ, അവസാനം എല്ലാമായ മുത്തുനബിതങ്ങളെ അനുഭവിച്ച് സലാം പറയുന്ന നേരത്ത് മടക്കുന്നതൊന്ന് കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഈ സ്നേഹപ്രപഞ്ചം ഞങ്ങൾക്ക് ദുനിയാവിൽ ഒരുമിച്ച് കൂടി സന്തോഷിക്കാൻ മാത്രമല്ല, സ്വർഗത്തിൽ മുത്തുനബിതങ്ങളുടെ ചാരത്തു ചേരാൻ ഒരു കാരണമാക്കണേ അല്ലാഹ്.